അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ ഗൈസ്, നമുക്കിന്ന് തമ്പനയിൽ കണ്ടതുപോലെ വളരെ ഈസി ആയിട്ട്, അറിയാത്തവർക്ക് പോലും തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് പാലപ്പം ടേസ്റ്റ് ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനെന്തൊക്കെ ആവശ്യം നോക്കാം, എന്തൊക്കെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ദേ ഗൈസ്, അപ്പോൾ എല്ലാവരും ആദ്യമേ പറയുവാണ്, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ദേ 4 മണിക്കൂർ കുതിർത്ത് വെച്ച അരി കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി കുതിർത്ത് 4 മണിക്കൂർ കുതിർത്ത് വെച്ച് 1 കപ്പ് പച്ചരിയാണ് ഇത്. ഇത് നമുക്ക് വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയിലോ നമുക്ക് മിക്സിയിൽ അടിച്ചോ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അടിച്ചോ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറായിട്ടുണ്ടാവും. ഇതേ കണ്ടോ, നമ്മുടെ 1 കപ്പ് അരിയിലേക്ക് ഞാൻ 1 പിടി ചോറും 1 പിടി തേങ്ങയാണ് ഇട്ട് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ അരയിലാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുമെന്നാണ് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്കിത് അറിയില്ലായിരുന്നു. നേരത്തെ അമ്മയാണ് എനിക്ക് ഈ മെത്തേഡൊക്കെ പറഞ്ഞു തന്നത്. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ പാലപ്പം നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. ദേ അങ്ങനെ നമ്മൾ അരച്ചെടുത്ത പാലപ്പത്തിൻ്റെ കൂട്ട്, നമ്മുടെ അരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇടുക. ഇതാണ് ഞാൻ ദോശയും മാവും ഒക്കെ അപ്പത്തിനൊക്കെ അരച്ച് വെക്കുന്നത്. ഇതാണ് എൻ്റെ മെത്തേഡ് കേട്ടോ. ഒരു പച്ചമുളക് ഇട്ട് ഞാൻ അടച്ചു വയ്ക്കും. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അതെടുത്ത് മാറ്റും. ഈ പച്ചമുളക് ഇടുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഇത് പൊങ്ങി വരും കേട്ടോ. ഇത് കാണാൻ പറ്റാത്തത് കുഞ്ഞ് വലിയ പാത്രമാണ്, പക്ഷേ ഇതിലൊരു കുറച്ച് മാവേ അതിനകത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നത്. എന്നിട്ട് ആ മാവിലേക്ക് നമുക്കൊരല്പം 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അപ്പക്കാരം എന്ന് പറയത്തില്ലേ, അത് ഇടാം. എന്നിട്ട് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും കൂടിപ്പോകരുത്, നല്ലൊരു തിക്ക് ബാറ്റർ ആയിരിക്കണം. നമുക്കിത് ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പുറത്തതേ കടലക്കറി, നമ്മുടെ അപ്പത്തിനുള്ള കോമ്പിനേഷനാണ് കടലക്കറിയാണ് അവിടെ വേകുന്നത്. കാരണം ഞങ്ങൾ ചെറിയ ഫാമിലിയാണ്, അതുകൊണ്ടാണ് ചെറിയ ചട്ടിയൊക്കെ കാണുന്നത്. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിൽ എണ്ണ ഒന്നും ഒഴിക്കേണ്ട, കാരണം നോൺ സ്റ്റിക്ക് പാത്രമാണ് എൻ്റെത്. അതുകൊണ്ടാണ്. നമ്മുടെ സാധാരണ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ അപ്പം ചുടുന്ന, നമ്മുടെ മുമ്പത്തെയൊക്കെ ചട്ടികളുണ്ട്, അതിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി എണ്ണ തടവിയിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ച് നമുക്ക് ചുറ്റിച്ചെടുക്കാമേ. മാവ് ഞാൻ കോരി ഒഴിച്ച് ചുറ്റിച്ചെടുക്കുവാണ്. എനിക്ക് ഈ അപ്പത്തിൻ്റെ ഈ നടുഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുമല്ലോ, അതിനോട് വലിയ ഇഷ്ടമില്ലായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഫ്ലാറ്റായിട്ട് അപ്പം ചുടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ചുട്ടെടുക്കാവേ. അങ്ങനെ കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ കടലക്കറിയോ മുട്ടക്കറിയോ ചിക്കൻ കറിയോ പിന്നെ പരിപ്പ് കറി അല്ലെങ്കിൽ ചമ്മന്തി, ഇതൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഈ പാലപ്പം നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വളരെ ഈസി ആയിട്ടുള്ളതുകൊണ്ട് എല്ലാവരും കാണണം. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ ഗൈസ്. ഇളകി നല്ല സൂപ്പറായിട്ട് ഇളകി വരും. പക്ഷേ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ്. ഇവിടെ അപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ആവശ്യമായ അപ്പം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്, കണ്ടോ ഗൈസ്. കറിയും മുട്ടയും ഒക്കെ റെഡിയാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇക്കായെ വിളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.